അപ്പം മോഹൻലാലിനെ എങ്ങനെ, അല്ലെങ്കിൽ മോഹൻലാലിനെ സ്വപ്നം കണ്ട് ചലച്ചിത്ര സംവിധാന രംഗത്തേക്ക് സിനിമയിലേക്ക് വന്നവർക്ക് മോഹൻലാലിന് കിട്ടുക എന്ന് പറഞ്ഞാൽ അവരൊരു അത്ഭുതം സൃഷ്ടിക്കും. അതിൻ്റെ തെളിവാണ് തുടരും എന്ന സിനിമ. ഈ തുടരും എന്ന സിനിമ 10 വർഷം 15 വർഷമായിട്ട് അതിൻ്റെ സംവിധായകൻ തരുൺമൂർത്തി വളരെ ആവേശഭരിതമായി ആ സിനിമ ചെയ്യുകയും അതൊരു വൻ വിജയമായി മാറിയതും ഈ താരത്തിൻ്റെ ഈ മാറി ചിന്തിക്കലിന് ഒരു കാരണമാണ്. കാരണം മറ്റ് തമിഴിലും ഈ ഹിന്ദിയിലും ഒക്കെ ഒരു തലമുറ മാറ്റമാണ്. അപ്പൊ തലമുറ മാറ്റത്തിനോടൊപ്പം താരത്തിന് സഞ്ചരിക്കണമെങ്കിൽ അതുപോലെ ചെറുപ്പക്കാരുടെ പ്രോജക്റ്റുകൾ. അപ്പൊ തരുൺമൂർത്തിക്ക് എപ്പോൾ വന്നാലും ഒരു ക്ലീൻ ചിറ്റുണ്ട്, അടുത്ത പടം ചെയ്യാം. അതുപോലെ ബാക്കിയെല്ലാം പുതുമുഖ സംവിധായകർക്ക്, പുതിയ സംവിധായകർക്ക് വിധിച്ചു നൽകിയിരിക്കുകയാണ്. അപ്പോൾ അവര് ഈ നടനെ, ഈ വളരെ രാഗി മിനുക്കിയ ഈ വലിയ സൂപ്പർ താരത്തെ എങ്ങനെ ജനകീയമായി പരുവപ്പെടുത്തി അവതരിപ്പിക്കാമെന്നുള്ള റിസർച്ചിലാണ്. അപ്പോൾ അത്തരം കഥകൾ മോഹൻലാൽ കേൾക്കുന്നതിന് വളരെ താല്പര്യം പ്രകടിപ്പിക്കുകയും അദ്ദേഹം കേൾക്കുകയും കഥകൾ മാറ്റി എഴുതുകയും പുതിയ കഥകൾ കണ്ടെത്തുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലൊരു മാറ്റം വന്നിരിക്കും. അപ്പോൾ മോഹൻലാലിൻ്റെ സിനിമകൾക്ക് ഒരു പുതുമ വരികയാണ്. അത് അദ്ദേഹത്തിൻ്റെ ആരാധകരും പ്രേക്ഷകരുമൊക്കെ വളരെ വളരെ ആഗ്രഹിച്ചൊരു കാര്യമാണ്.